അല്ല, റസൂലുള്ളാന്റെ സന്തോഷിക്കാൻ പറഞ്ഞിട്ടില്ലേ? സന്തോഷിച്ചോളി നിങ്ങളെന്നല്ല, ലോകത്തെല്ലാവരും സന്തോഷിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പൂജാതനായതിൽ സന്തോഷിക്കാത്ത ആള് മുസ്ലിമാണോ? സംശയമുണ്ട് അല്ലേ? അല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോ നിങ്ങൾ സന്തോഷിച്ചോളി, എന്തിനാണ് നിങ്ങൾ ഈ ആഘോഷിക്കണെന്നാ ചോദിച്ചത്. പ്രിയമുള്ള സഹോദരന്മാരെ, ഈ അടുത്ത് മൻസൂർ മണ്ണാർക്കാടിന്റെ ഒരു വീഡിയോ വളരെ കൗതുകം തോന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും വലിയ നിഅമത്താണ്. ആ നിഅമത്താകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസം വളരെ മഹത്വമുള്ളതാണ്, അത് സന്തോഷിക്കേണ്ടതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ മൻസൂറിനെ പോലെയുള്ള വഹാബികൾ ആ ദിവസത്തെ അംഗീകരിക്കാറില്ല. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മൻസൂറിന്റെ നാവിൽ നിന്ന് തന്നെ വന്നു, അന്നേ ദിവസം വളരെയേറെ മഹത്വമുള്ളതാണ് എന്നല്ല, അന്നേ ദിവസം സന്തോഷിക്കാത്തവൻ മുസ്ലിം തന്നെയല്ല എന്ന് തന്നെ നമ്മുടെ മൻസൂർ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. അല്ല, റസൂലുള്ളാന്റെ സന്തോഷിക്കാൻ പറഞ്ഞിട്ടില്ലേ? സന്തോഷിച്ചോളി നിങ്ങളെന്നല്ല, ലോകത്തെല്ലാവരും സന്തോഷിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പൂജാതനായതിൽ സന്തോഷിക്കാത്ത ആള് മുസ്ലിമാണോ? സംശയമുണ്ട് അല്ലേ? അല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോ നിങ്ങൾ സന്തോഷിച്ചോളി, എന്തിനാണ് നിങ്ങൾ ഈ ആഘോഷിക്കണെന്നാ ചോദിച്ചത്. ആഘോഷിക്കണ്ട, സന്തോഷിച്ച ആ സന്തോഷം പ്രകടിപ്പിക്കാമല്ലോ. ഇസ്ലാം നിഷിദ്ധമാക്കാത്ത രീതിയിൽ, ഇസ്ലാം അംഗീകരിക്കുന്ന രീതിയിൽ ആ സന്തോഷം നമുക്കൊന്ന് പ്രകടമാക്കിക്കൂടെ? ഒരു റാലി നടത്തുന്നത് കൊണ്ട് ഇസ്ലാം എതിർക്കുന്നില്ലല്ലോ. അപ്പോ ആ സന്തോഷിച്ചുകൊണ്ട് ഒരു റാലി നടത്തുന്നത് കൊണ്ട് ഒരു തെറ്റും കാണുന്നില്ല. അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകൾക്ക്, മുസ്ലിമീങ്ങൾക്ക് അല്ലാത്തവർക്കുമെല്ലാം അന്നേ ദിവസം ഭക്ഷണം കൊടുത്താലോ? അത് ഇസ്ലാം എതിർക്കുന്നില്ല. എന്നാൽ ആ സന്തോഷ പ്രകടനത്തിലൂടെ പാവപ്പെട്ട ആളുകൾക്കും അല്ലാത്തവർക്കുമെല്ലാം സന്തോഷത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കാം, സ്വതക്കകൾ ചെയ്യാം, കുട്ടികളെ കൊണ്ട് പാട്ട് പാടിപ്പിക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പാടിപ്പിക്കാം, പാടാം, പറയാം. ഇതൊക്കെയും ഇസ്ലാം അംഗീകരിക്കുന്നതാണ്, നിഷിദ്ധമാക്കുന്നില്ല. അപ്പോൾ ഈ സന്തോഷ പ്രകടനങ്ങൾ ആ രീതിയിലൂടെ ചെയ്യുന്നത് കൊണ്ട് തെറ്റുണ്ടോ മൻസൂറെ? പിന്നെ മൻസൂറിന് എന്താ പ്രശ്നം? നബിദിനം എന്ന ആ പേരിട്ടതാണ്. ആ പേര് നമുക്ക് വേണമെങ്കിൽ മൻസൂറിന്റെ ആ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് നമുക്ക് മാറ്റാം. നബിദിനം എന്ന് മാറ്റിയിട്ട് വല്ല മീലാദുൻ നബി എന്നോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പേരിടാം. പക്ഷെ ഈ കർമ്മത്തിന് വല്ല പ്രയാസമുണ്ടോ? മൻസൂറിന് തന്നെ മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ആ കർമ്മത്തിന് നബിദിനം എന്ന രീതിയിൽ സന്തോഷിക്കുന്നത് കൊണ്ടോ ആ സന്തോഷം പ്രകടിപ്പിക്കുന്നത് കൊണ്ടോ യാതൊരു തെറ്റുമില്ല. എന്നാൽ ഇസ്ലാം എതിർത്ത രീതിയിൽ ആ സന്തോഷ പ്രകടനങ്ങൾ നടത്തുന്നത് അത് തെറ്റ് തന്നെയാണ്. ഡാൻസ് കളിച്ചുകൊണ്ട് ദഫ് മുട്ടി അങ്ങാടിയിലൂടെ നടക്കുന്നതൊക്കെയും അതൊക്കെ തെറ്റ് തന്നെയാണെന്ന കാര്യത്തിൽ യോജിക്കുന്നു. എന്നാൽ നബിദിനത്തിൽ സന്തോഷിക്കുകയും ആ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് അത് മുസ്ലിമിന്റെ ബാധ്യതയാണ്, കടമയാണ്, നിർബന്ധ കടമയാണ് എന്നാണ് മൻസൂറിന്റെ വാക്കിൽ നിന്ന് മനസ്സിലാകുന്നത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പൂജാതനായതിൽ സന്തോഷിക്കാത്ത ആള് മുസ്ലിമാണോ? സംശയമുണ്ട് അല്ലേ? അല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോ നിങ്ങൾ സന്തോഷിച്ചോളി, എന്തിനാണ് നിങ്ങൾ ഈ ആഘോഷിക്കണെന്നാ ചോദിച്ചത്. അപ്പൊ മുസ്ലിം ആവണമെങ്കിൽ നബിദിനത്തിൽ സന്തോഷിക്കൽ നിർബന്ധമാണ് എന്നല്ലേ പറഞ്ഞത്? എന്നാൽ മൻസൂറിനോട് വേറെ ഒരു സംശയം ചോദിക്കാനുണ്ട്. സാധാരണ വഹാബികൾ ഒക്കെ പറയാറുണ്ട് നബിദിനം ആഘോഷിക്കുന്നതൊക്കെയും ഹറാമാണെന്ന്. അത്തരത്തിലൊരു വീഡിയോ മൻസൂർ ചെയ്തിരുന്നു. നബിദിനം ഹറാമാണ്, നടത്തൽ നിഷിദ്ധമാണ് എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ചോദ്യം വളരെ ലളിതമാണ്. ഇസ്ലാമിൽ ഒരു കർമ്മം ചെയ്യണമെങ്കിൽ, ഒരു കർമ്മം സുന്നത്താകണമെങ്കിൽ, ഫറലാകണമെങ്കിൽ, കറാഹത്താകണമെങ്കിൽ, അതല്ലെങ്കിൽ ഹറാമാകണമെങ്കിൽ കൃത്യമായ തെളിവുണ്ടായിരിക്കണം. ഖുർആനിലൂടെയോ ഹദീസിലൂടെയോ വല്ല തെളിവും ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു കാര്യം ഹറാമാണെന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. കാരണം ഇത് വദഉൻ ഇലാഹിയാണ്, അള്ളാഹുവിന്റെ മതമാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട എന്നുള്ളത് അള്ളാഹുവാണ് തീരുമാനിക്കേണ്ടത്. നമ്മൾ ആരും ഹറാമാക്കിയത് കൊണ്ട് ഇവിടെ ഒന്നും ഹറാമാവുകയില്ല, നമ്മൾ സുന്നത്താക്കിയത് കൊണ്ട് ഇവിടെ ഒന്നും സുന്നത്താവുകയില്ല. അതുകൊണ്ട് വളരെ മാന്യമായി ചോദിക്കുകയാണ്, വഹാബി ചിന്തയിൽ ഒരുപാട് ആളുകൾ പറയാറുണ്ട് നബിദിനം ഹറാമാണെന്ന്, നബിദിനം നടത്താൻ പാടില്ല, നിഷിദ്ധമാണ് എന്ന്. ഇതിന് വല്ല അടിസ്ഥാനമോ പ്രമാണമോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിരത്താവുന്നതാണ്. നബിദിനം ഹറാമാണെന്നതിൽ പ്രാമാണികമായിട്ട് നിങ്ങൾ ഒരു ഹദീസോ അല്ലെങ്കിൽ ഒരു ആയത്തോ അല്ലെങ്കിൽ ഒരു ആയത്തിന്റെ ശകലമോ അതിന്റെ തഫ്സീറോ വല്ലതും കൊണ്ടുവന്നാൽ അത് വളരെ സന്തോഷമാകും, സ്വീകാര്യമാകും എന്ന് പ്രിയമുള്ള
മൻസൂറിനെ ഉണർത്തുന്നു. ഇതേ ചോദ്യം ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചപ്പോൾ മൻസൂറിനെ പോലെയുള്ള ചില ആളുകൾക്ക് അതിന് ഉത്തരം കിട്ടാതെ വിരളി പിടിക്കുന്ന ഒരു രംഗം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. എന്റെ പലതും പല ഖിയാമത്ത് കാലത്ത് ഉണ്ടാകുന്ന പല ലക്ഷണങ്ങളും റസൂല പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ വല്ലതും റസൂല പറഞ്ഞോ എന്റെ ശേഷം എന്റെ നബിദിനം കഴിക്കുന്ന ഒരാളുകൾ ഉണ്ടാകും, അതുകൊണ്ടത് ഇപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് അതിനെ കുറിച്ച് ഉണർത്തുകയാണ് എന്ന് പറഞ്ഞോ? അങ്ങനെ വല്ലതും? അതാ റസൂലുള്ളാഹി തങ്ങൾ എനിക്ക് ഇത്ര ഈ ചോദ്യം കൊണ്ട് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഖുർആനിൽ വ്യക്തമായി ആ നിലക്ക് നബിദിനം പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഹദീസിലേക്ക് വരാം നമുക്ക്. അപ്പൊ ഖുർആനിൽ വ്യക്തമായി പറഞ്ഞിട്ടില്ല. അപ്പൊ അവിടെ വ്യക്തമാണല്ലോ, ഫൈസൽ മൗലവി അവിടെ വ്യക്തമായിട്ട് പറയുകയും ചെയ്തു, ഖുർആനിലുമില്ല ഹദീസിലുമില്ല, എവിടെയും നബിദിനം നിഷിദ്ധമാണെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് വഹാബികൾക്ക് നബിദിനം നിഷിദ്ധമായത്? ഹറാമാണെന്ന് പറയണമെങ്കിൽ അള്ളാഹു പറയണ്ടേ, അള്ളാഹുവിന്റെ റസൂല് പറയണ്ടേ, അവിടുത്തെ ശേഷം വന്ന സ്വഹാബത്ത് പറയണ്ടേ? ആരും പറയാത്തൊരു കാര്യം മൻസൂറിനും കൂട്ടാളികൾക്കും നബിദിനം ആഘോഷിക്കുന്നത് ഹറാമാണ് പോലും. ഹദീസിൽ വ്യക്തമായി നബിദിനം പാടില്ല എന്ന് ഹദീസിലും പറഞ്ഞിട്ടില്ല. ഞാൻ കുറച്ച് പറഞ്ഞല്ലേ പോ. അസ്സലാമു അലൈക്കും. അവിടെ ആ തൊപ്പി വെച്ച ആ യുവാവ് ചോദിച്ച ആ ചോദ്യം വളരെ വ്യക്തമാണ്. അതെ, വളരെ വ്യക്തമാണ്. കാരണം ഇസ്ലാമിൽ ഒരു കാര്യം ഹറാമാകണമെങ്കിൽ ആര് പറയണം? ആ ഇസ്ലാം ആരുടെ മതമാണ്? അള്ളാഹുവിന്റെ മതമാണ്. അപ്പൊ അതുകൊണ്ട് അള്ളാഹു പറയണം, അള്ളാഹുവിന്റെ റസൂല് പറയണം, അവിടുത്തെ സ്വഹാബത്ത് പറയണം, പിൽക്കാലത്തുള്ള പണ്ഡിതന്മാർ ഉലമാ പറയണം. ആരും പറയാത്ത പുതിയ കാര്യം വഹാബികൾക്ക് ഹറാമാണ്. അപ്പോൾ നിങ്ങളുടെ മതം അള്ളാഹുവിന്റെ മതമാണോ അതല്ല വഹാബി നേതാക്കന്മാരുണ്ടാക്കിയ മതമാണോ എന്ന കാര്യത്തിൽ സംശയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ജന്മദിനാഘോഷം ഹറാമാണെന്ന്, നടത്താൻ പാടില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ ചോദ്യം. അത് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്നുള്ളതൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതിന് വ്യക്തമായിക്കൊണ്ട് ഫൈസൽ മൗലവി മറുപടിയും പറയുന്നുണ്ട്. അതാ റസൂലുള്ളാഹി തങ്ങൾ എനിക്ക് ഇത്ര ഈ ചോദ്യം കൊണ്ട് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഖുർആനിൽ വ്യക്തമായി ആ നിലക്ക് നബിദിനം പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഹദീസിലേക്ക് വരാം നമുക്ക്. അപ്പൊ ഖുർആനിൽ വ്യക്തമായി പറഞ്ഞിട്ടില്ല. ഹദീസിൽ മറുപടി പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. ഖുർആനിലും ഹദീസിലും ഒന്നും നബിദിനം ഹറാമാണെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഹറാമായത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ മൻസൂറെ, നിങ്ങൾ പല വിഷയങ്ങളിലും നാഴികക്ക് 40 വട്ടം പറയാറുണ്ട് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എങ്കിൽ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന്. ഇതേ ചോദ്യമാണ് അവർ ആ സുഹൃത്ത് ചോദിച്ചത്. ഖുർആനിലും ഹദീസിലും നബിദിനം നിഷിദ്ധമാണെന്നുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രമല്ലേ നിങ്ങൾക്ക് അത് സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. നിങ്ങൾ പറഞ്ഞതിൽ ആത്മാർത്ഥതയോടുകൂടെയാണെങ്കിൽ, വിശ്വാസത്തോടുകൂടെയാണെങ്കിൽ നിങ്ങൾ ഇക്കാര്യം കൂടെ ചോദിക്കണ്ടേ? ഖുർആനിലും ഹദീസിലും നബിദിനം നിഷിദ്ധമാണെന്നുണ്ടെങ്കിൽ മാത്രമല്ലേ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. അല്ലാത്ത പക്ഷം എങ്ങനെയാണ് നിങ്ങൾ നബിദിനം നിഷിദ്ധമാക്കുന്നത്, ഹറാമാക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. എന്നാൽ വഹാബികൾക്ക് നബിദിനം നിഷിദ്ധമാണെന്ന് പറയാൻ യാതൊരു അവകാശവുമില്ല. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇബ്നു തൈമിയ്യ, വഹാബികളുടെ നേതാവാകുന്ന ഇബ്നു തൈമിയ്യ, അദ്ദേഹത്തിന്റെ ഇഖ്തിദാ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നത് കാണാം, ഫതഅലീമുൽ മൗലിദി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തെ ബഹുമാനിക്കൽ, വത്തിഹാദുഹു മൗസിമൻ, അതൊരു സീസൺ ആയിട്ട്, ഒരു പ്രത്യേക ഒരു അടയാളമായിട്ട്, ഒരു ആഘോഷമായിട്ട് കൊണ്ടാടൽ, ഖദ് യഫ്അലുഹു ബഅദുന്നാസ്, ചില ആളുകൾ അത് ചെയ്യാറുണ്ട്. വയകൂനു ലഹു ഫീഹി അജ്റുൻ അദീമുൻ ലിഹുസ്നി ഖസ്ദിഹി, അവന്റെ ഉദ്ദേശ ലക്ഷ്യത്തിനനുസരിച്ച് അവൻ ഒരുപാട് കൂലി അള്ളാഹുവിൽ നിന്നും പ്രതീക്ഷിക്കാം എന്ന് ഇബ്നു തൈമിയ്യ, വഹാബിയുടെ നേതാവാകുന്ന ഇബ്നു തൈമിയ്യാണ് പറയുന്നത്. നബിദിനം കൊണ്ടാടണം, ആ കൊണ്ടാടുന്ന ഉദ്ദേശ ലക്ഷ്യത്തിനനുസരിച്ച് അവന് പ്രതിഫലമുണ്ട്, വലിയ പ്രതിഫലമുണ്ട് എന്ന് ഇബ്നു തൈമിയ്യ തന്റെ കിതാബിൽ പറയുമ്പോൾ വഹാബികൾക്ക് ഇത് നിഷേധിക്കാൻ കഴിയുമോ? നബിദിനം ഹറാമാണെന്ന് പറയാൻ കഴിയുമോ? പോകട്ടെ, ഹറാമാണെന്ന് പറയുന്നതിന് നിങ്ങൾക്ക് വല്ല അടിസ്ഥാനമുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ ഈ മുസ്ലിം ലോകം തയ്യാറാണ്. പക്ഷേ നിങ്ങൾക്ക് അതിന് സാധിക്കുകയില്ല എന്നുള്ളത് മറ്റൊരു അർത്ഥമാണ്. ഏതായിരുന്നാലും മൻസൂറെ, നിങ്ങളുടെ വീഡിയോ തുടരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരുപാട് ആളുകൾക്ക് നിങ്ങളാൽ ഹിദായത്ത് ലഭിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇസ്ലാമിക പല നിയമങ്ങളും നിങ്ങളുടെ വിഡ്ഢിത്തരം കൊണ്ട് പല ആളുകൾക്കും യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് മനസ്സിലാകുന്നുണ്ട്. മുഅ്മിനീങ്ങൾക്ക് സത്യം മനസ്സിലാക്കാനുള്ള ഒരു കാരണമാകുന്നത് കൊണ്ട് നിങ്ങൾ തുടരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.